ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് ഞങ്ങളെല്ലാവരും പോണത് എവിടെക്കാന്ന് വെച്ചാൽ ഞങ്ങൾക്കൊരു കല്യാണം ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പോണത് കേട്ടോ. അപ്പോൾ കാക്ക ഓട്ടത്തിന് പോയതുകൊണ്ട് കാക്ക വരാനും ലേറ്റായി. പിന്നെ മക്കൾ മദ്രസയിലേക്കും പോണതുകൊണ്ട് അവരും വരാൻ ലേറ്റായി പോയിരുന്നു. പിന്നെ എല്ലാ പരിപാടികളും കഴിഞ്ഞപ്പോഴത്തേന് നേരമായി കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങളെല്ലാവരും 12 മണിയൊക്കെ ആയിരിക്കും കേട്ടോ പോകുമ്പോൾ. അങ്ങനെ ഇതാ ഞങ്ങളെല്ലാവരും പോയി അവിടെ എത്തിക്കണം കേട്ടോ. ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ കല്യാണം. അങ്ങനെ ഇതാക്കണം. പിന്നെ സെല്ലിൻ്റെ അനിയനും വൈഫൊക്കെ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ അങ്ങനെ കാത്ത് നിൽക്കുക കേട്ടോ. ഞങ്ങളങ്ങനെ റോട്ടുമ്മൽ. അപ്പോൾ അവർ ബ്ലോക്ക് പെട്ടിട്ട് അവർ എത്താൻ വൈകിയപ്പോൾ ഞങ്ങളെന്താക്കി ഓഡിറ്റോറിയത്തിലേക്ക് പോയിട്ടോ. അന്നേരം ഇതാക്കണേ പിന്നെ ചോറുണ്ണാൻ വേണ്ടിയിട്ട് കേട്ടോ വേഗരുത്തി. അങ്ങനെ കുറച്ച് ആളുകളൊക്കെ ഒഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. വലിയ കല്യാണമായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാക്കണേ ചോറൊക്കെ മുന്നിൽ വന്നു കേട്ടോ. പിന്നെ വേഗം സെലിനെ ചോറൊക്കെ ഞങ്ങൾക്കൊക്കെ വിളമ്പി തന്നു കേട്ടോ. നല്ല ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ തിന്ന് പാതിയായപ്പോഴാണ് ഞങ്ങൾ ചെറിയ അനിയനും കുട്ടികളും വൈഫൊക്കെ വന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങളടുത്ത് തന്നെ സീറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ വന്നിട്ട് തിന്നാന്ന് വിചാരിച്ചായിരുന്നു കേട്ടോ. പക്ഷേ അവർ എത്താൻ വൈകിയോണ്ട് ഞങ്ങൾ നേരത്തെ ഇരുന്നു കേട്ടോ. അങ്ങനെ ഇതാക്കണ പിന്നെ അവരും അങ്ങനെ തിന്നാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും നല്ല വിശന്നൊരു സമയം തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാക്കണം. അതൊക്കെ കഴിഞ്ഞാൽ ഞങ്ങളിവിടെ പെണ്ണിനും ചെക്കനൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ അങ്ങനെ വന്നു കേട്ടോ. അങ്ങനെ അതാ പെണ്ണും ചെക്കനൊക്കെ ഇവിടെ നല്ല ഫോട്ടോ എടുക്കണം തിരക്കിലായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഡ്രസ്സൊക്കെ മാറ്റി നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാക്കണേ നമ്മളൊന്നും ഫോട്ടോ എടുത്തിട്ടില്ലായിരുന്നു. അങ്ങനെ പിന്നെ ചെറിയ അനിയനും 2 അനിയന്മാരും വൈഫും അവരും കുട്ടികളൊക്കെ ഉണ്ടാക്കി അങ്ങനെ അവിടെ കയറി കണ്ട് അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. അങ്ങനെ അവർ ഫോട്ടോയൊക്കെ എടുത്തും കണ്ട് അങ്ങനെ അവരങ്ങനെ ഇറങ്ങിയിട്ട് പിന്നെ നമുക്ക് അങ്ങനെ ഫോട്ടോ എടുക്കണം ആ ഒരു ഇതൊന്നും ഇല്ല കേട്ടോ. എനിക്ക് അല്ലെങ്കിൽ കല്യാണത്തിന് പോണതും പിന്നെ അങ്ങനത്തേനൊക്കെ ഭയങ്കര മടിയാട്ടോ. നമ്മൾ അത്രയും പിന്നെ കൂട്ടവും കുടുംബമുള്ള അങ്ങനത്തേനൊക്കെ പോകൽ തന്നെ ഉള്ളൂ കേട്ടോ. എന്താണെന്നറിയില്ല ഭയങ്കര മടിയാണ് ഇങ്ങനെ ആളടിയിലൊക്കെ ഇറങ്ങുമ്പോൾ കേട്ടോ. അങ്ങനെ എന്തായാലും ഇതാക്കണേ നമ്മൾ താത്തയും ഷെറിയും എല്ലാവരും ഉണ്ടായിരുന്നവർ അങ്ങനെ അവരായിട്ടൊക്കെ ഇങ്ങനെ ഒന്ന് സംസാരിച്ചിരുന്ന്. പിന്നെ ഇതിനിടയിൽ നല്ല മഴയായിരുന്നു കേട്ടോ. പിന്നെ കുറേ ആളുകളൊക്കെ അറിയണവരൊക്കെ വന്ന് പോയി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ എത്തിയപ്പോൾ കുറച്ചും കൂടി നേരത്തെ പോയാൽ മതിയായിരുന്നു തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ ഷെറിയും താത്തയൊക്കെ കൂടി ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മളിങ്ങനെ അവിടെ കുറച്ച് നേരം അങ്ങനെ ഇരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ എത്തി ചോറൊക്കെ തിന്ന് കഴിഞ്ഞ് കുറച്ച് നേരമൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് കേട്ടോ അവർ പോയത്. അങ്ങനെ അവർക്ക് അനിയനിക്കൊക്കെ ഇവിടെയൊക്കെ പോകാണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ അവർ പോയിട്ടോ. പിന്നെ ഞങ്ങളും കുറച്ച് നേരം അങ്ങനെ ഇരുന്നങ്ങാണ്ട് അതാ എല്ലാവരെയും കണ്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ എല്ലായിടത്തും യാത്ര പറഞ്ഞ് ഞങ്ങളങ്ങനെ ഇറങ്ങാൻ കേട്ടോ. അങ്ങനെ ഞാൻ റിച്ചുമെല്ലാം അങ്ങനെ ആ തിരക്കിൽ പെടാതെ അങ്ങനെ പോകാം കേട്ടോ. അങ്ങനെ അതാക്കണം കുഞ്ഞോളും വയസ്സിലൊക്കെ അങ്ങനെ എന്ന് കേട്ടോ. അങ്ങനെ ഇതാ ഉമ്മയും കുഞ്ഞോളും വയസ്സിലൊക്കെ നമ്മളെ കൂടെ റിപ്പണിലേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ ഫൈസലിൻ്റെ കാറിലാണ് പോണത് കേട്ടോ. സെലി പിന്നെ 2 മണിയായപ്പോൾ ഒരു ഓട്ടം ഉണ്ടായിരുന്നു കേട്ടോ സെലിക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ വേഗം ചോറൊക്കെ തിന്നുകൊണ്ട് പിന്നെ എന്തൊക്കെ കുറച്ച് നേരം എല്ലാവരും കണ്ടപ്പോൾ ഒന്ന് വർത്താനൊക്കെ പറഞ്ഞുകൊണ്ട് എന്തൊക്കെ പിന്നെ അങ്ങനെ സെലി അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഇവിടെ ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇതാ പൈസയിൽ വണ്ടിയൊക്കെ എടുത്തു കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കുത്തിയൊക്കെ ഒളിച്ചുകൊണ്ട് എന്തായാലും ഇതിലിങ്ങനെ കയറി കേട്ടോ. പിന്നെ ഞങ്ങൾ പോരുന്ന സമയത്ത് ചെക്കനും പെണ്ണൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പിന്നെ കുറച്ച് ദൂരമാണ് കേട്ടോ കല്യാണം കഴിച്ച് വിടുന്നത് പെണ്ണിനെ. അങ്ങനെ പിന്നെ ഇതാക്കണ എല്ലാവരും നല്ല രീതിയിൽ തന്നെയാണ് കഴിഞ്ഞ് കിട്ടിയിട്ടോ. പിന്നെ ഇതാക്കണവർക്ക് അനിയനക്കൊക്കെ ഒരു കമ്പളക്കാട് പോയതുകൊണ്ട് അവർക്ക് അവിടെ ഇവിടുത്തെ ഗ്യാസാണ് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് മാറ്റിയിട്ടില്ല. അങ്ങനെ ഇതാ ഗ്യാസ് നിറച്ചിട്ടോ അവിടുന്ന്. അങ്ങനെ പിന്നെ ഇതാ ഞങ്ങളിങ്ങനെ പിന്നെ അവിടുന്ന് ഒന്ന് ബേക്കറി വാങ്ങിയിട്ടില്ലായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ നിർത്തിയിട്ടതായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാക്കണേ പിന്നെ ബേക്കറി വാങ്ങിക്കാണ്ട് അങ്ങനെ വന്നിട്ടോ. അങ്ങനെ ഞങ്ങളെ പാടിയിലേക്ക് പോകാം കേട്ടോ. അങ്ങനെ ഇതാ വീട്ടിലെത്തി. പിന്നെ ഞാൻ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ചായയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടോ. അങ്ങനെ ഇതാ പാൽ ചായയും മിച്ചറും അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് അങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ടോ. അപ്പം പിന്നെന്താ അവർ പോകണമെന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക കേട്ടോ. പിന്നെ കാക്ക രാവിലെ തന്നെ എനിക്ക് കറിക്കുള്ളതൊക്കെ കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ പിന്നെ പറഞ്ഞു പോകണ്ട കറിക്കുള്ളതൊക്കെ കൊണ്ടു നിൽക്കണം ചോറിനൊക്കെ പോകാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ വേഗം ചോറും കറിയൊക്കെ വെക്കാനും പിന്നെ അതിൻ്റെ ഇതൊന്നും ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല കേട്ടോ. കാരണം ചോറും കറിയും വെക്കുന്ന തിരക്കും പിന്നെ അങ്ങനെ സംസാരിച്ചൊക്കെ അങ്ങനെ ഇരുന്നിട്ട് അങ്ങനെ ഇതാക്കണേ നമ്മൾ ബീഫ് വരട്ടിയതും പരിപ്പും കറിയും നല്ല ചൂടുള്ള ചോറും പിന്നെ ഉപ്പേരി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയൊക്കെ അത് കൂട്ടി തിന്നുകൊണ്ട് എന്തൊക്കെയാണ് അവരങ്ങനെ പോയിട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വിശേഷം.